യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് തിരുവചനത്തിൽ സങ്കീർത്തനത്തിലെ പുസ്തകത്തിൽ 118 സങ്കീർത്തനത്തിൽ 22 23 വചനങ്ങൾ വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയമായിരിക്കുന്നു. വിജയം വരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന 118 സങ്കീർത്തനത്തിലെ പല പ്രസ്താവനകളും വരാനിരിക്കുന്ന രക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്നതും അതിൽ സുപ്രധാനമായ ഒന്നാണ് പണിക്കാർ ഉപേക്ഷിച്ച മൂലക്കൽ എന്നുള്ള പ്രയോഗം. സമൂഹം വില കൽപ്പിക്കാത്ത ഈ വ്യക്തിയെ സൂചിപ്പിക്കുന്നതാവാം. തുടക്കത്തിൽ പ്രസ്താവന ജെസ്സയുടെ 8 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനും സ്വന്തം പിതാവ് പോലും വില കൽപ്പിക്കാത്ത ദാവീദിനെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവായി ദൈവം ഉയർത്തിയത്. അതിനാൽ തുടക്കത്തിൽ ദാവീദിനെ കുറിച്ചായിരുന്നിരിക്കാം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ല് എന്ന പ്രയോഗത്തിലെ പ്രസക്തി കടന്നു വരുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന് ജനത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ പ്രസ്താവന. അഭിമാനിക്കാൻ ഒന്നുമില്ലാതിരുന്ന ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞ ഒരു പറ്റം ആളുകളെ ദൈവജനമാക്കി ഉയർത്തിയ ദൈവിക പദ്ധതികളും ഇവിടെ പ്രകീർത്തിക്കപ്പെടുന്നു. രാജവാഴ്ച അവസാനിപ്പിച്ച് ബാബിലോൺ പ്രവാസികളായ ഇവരെ ദൈവം മോചിപ്പിച്ച് വീണ്ടും ഒരു ജനമാക്കി ഉയർത്തിയ രക്ഷാകര പ്രവൃത്തിയും ഈ കല്ലിൻ്റെ പ്രതീകത്തിന് മുന്നിൽ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. ഇവയേക്കാൾ ഏറ്റവും പ്രധാനമാണ് ഈ സങ്കീർത്തന വാക്യത്തിന് പുതിയ നിയമത്തിൽ നൽകുന്ന വ്യാഖ്യാനം. പണിക്കാർ ഉപേക്ഷിച്ചതും പിന്നീട് ഭവനത്തിൻ്റെ മൂലക്കല്ലായതും യഥാർത്ഥത്തിൽ ദൈവപുത്രനും രക്ഷകനുമായ യേശു ക്രിസ്തുവാണ്. യഹൂദ നേതൃത്വവുമായി നടന്ന സംഘട്ടനത്തിൽ യേശു തന്നെ ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 21 42 പറയുന്നുണ്ട്: സൊയ്യോനിൽ ദൈവം സ്ഥാപിക്കുന്ന മൂലക്കല്ലിനെ കുറിച്ച് ഏശയ്യയുടെ പുസ്തകത്തിൽ 28 16 പ്രതിപാദിക്കുന്നുണ്ട്. ഇതും ഒരു രാജാവിനെ സൂചിപ്പിക്കുന്നതാവാം. ജനത്തിൻ്റെ നവീകരണത്തെയും പുനർനിർമ്മാണത്തെയും സൂചിപ്പിക്കുകയും ആവാം. യഹൂദ നേതാക്കന്മാരാണ് പണിക്കാർ. അവർ ദൈവദൂഷകർ എന്ന് മുദ്രകുത്തി തിരസ്കരിച്ച യേശുവാണ് യഥാർത്ഥ ഭവനമായ ദൈവജനത്തിൻ്റെ അടിസ്ഥാന ശില. മൂലക്കല്ല് എന്ന വിശേഷണം ഭവനത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി എന്നും കെട്ടിടത്തിൻ്റെ മുഴുവൻ ഐക്യത്തെയും ഉറപ്പിനെയും സൂചിപ്പിക്കുന്ന കല്ലായി കോർണർ സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിലും വിളിക്കപ്പെടുന്നതിനെ വ്യാഖ്യാനിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. പിരമിഡിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന വലിയ കല്ല് പോലെയുള്ള ആ കല്ല് നമ്മുടെ വീട്ടിലും ഇതുപോലെയുള്ള കരുവണിക്ക് എല്ലിനും നമുക്കൊരു കല്ല് സ്ഥാപിക്കും. അതാണ് മൂലക്കല്ല്. മതരാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരുപോലെ കുറ്റക്കാരനെന്ന് വിധിച്ച യേശുവിനെ വധശിക്ഷയ്ക്ക് വിളിച്ച് യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. പുതിയ ദൈവജനത്തിൻ്റെ അടിസ്ഥാന ശിലയാക്കി മാറ്റി. ഇത് ദൈവത്തിൻ്റെ തന്നെ പ്രവർത്തനമാണ്. സങ്കീർത്തന സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അഗാധമായ അർത്ഥം ഈ വാക്യത്തിൽ ദൈവാത്മാവ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. വീട് പണിക്കാരെ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ 4:11 വ്യക്തമായിട്ട് പറയുകയാണ്: വീട് പണിക്കാരായി നിങ്ങൾ എന്നാണ് ഒളിപ്പിച്ച് കളഞ്ഞ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി മാറി. ആ കല്ലാണ് യേശു എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തത്ര വ്യക്തമായി പത്രോസ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രക്ഷകനായ യേശുവിനെ സൂചിപ്പിക്കുന്നതോടൊപ്പം മറ്റു 2 പ്രതീകാത്മക സൂചനകൾ അവിടെ കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിക്കുന്നതാണൊന്ന്, സമൂഹത്തിൻ്റെതായിരിക്കും എന്ന് കർത്താവിൻ്റെ ദൂതൻ ഏലിയോട് പറഞ്ഞത് ഇന്ന് നാം ഓരോരുത്തരോടും യേശു പറയുന്നു: എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും.
ആ ഒരു വാക്ക് തന്നെ പല അർത്ഥങ്ങളുണ്ട്, അർത്ഥഭേദങ്ങളുണ്ട്. വചനങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട്, വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നിന്ന് ശക്തിയാർജിച്ച് ഏലിയ ഹോറബിലെത്തി അവിടെ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു. സൈന്യങ്ങളുടെ കർത്താവിന് പ്രതിയുള്ള തീഷ്ണതയാൽ മലമുകളിലെ ഗുഹയിൽ ഒളിച്ചിരുന്ന ജ്വലിച്ച ഏലിയായെ ദൈവം വീണ്ടും വിളിച്ചു, ശക്തിപ്പെടുത്തി. മല തകർന്ന കൊടുങ്കാറ്റുകളും ഭൂമികുലുക്കത്തിലും സകലതും ചുട്ടുചാമ്പലാക്കുന്ന അഗ്നിപ്രവാഹത്തിലും കണ്ടെത്താൻ കഴിയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം മന്ദമാരുതത്തിൻ്റെ നിശബ്ദയിൽ തിരിച്ചറിഞ്ഞ ഏലിയ എണീറ്റ് ഗുഹാമുഖത്തിന് വന്നു നിന്നു. അവിടെ വെച്ച് വീണ്ടും പുതിയ ദൗത്യം, സ്വന്തം രാജ്യമായ ഇസ്രയേലിലും അയൽ രാജ്യമായ സിറിയയിലും പുതിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക. അങ്ങനെ കലാപത്തിന് തീ കൊളുത്തുക, തന്നെ ദൗത്യം തുടരാനായി എലീഷയെ പ്രവാചകനായി അഭിഷേകം ചെയ്യുക. വഴിച്ചോറായി മരുഭൂമിയിൽ നിന്ന് സ്വീകരിച്ച അപ്പത്തിൻ്റെ ശക്തി അവനെ സമൂലമായൊരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ കരുവാക്കി മാറ്റുന്നു. സത്യദൈവത്തെ ത്യജിച്ച് വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന രാജകീയ ശക്തികളുടെ പ്രതീകങ്ങളായ ജസ്ബാലിനെയും ആഹാബിനെയും മയന്ന് മരുഭൂമിയിൽ അഞ്ഞുതിരിഞ്ഞുള്ള ജീവിതം. ദൈവം പറഞ്ഞു, എണീറ്റ് ഭക്ഷിക്കണം, യാത്ര തുടരണം, ശക്തി ആർജിക്കണം, ദൈവത്തിന് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തണം. അനീതിയിൽ അടിയുറച്ച സിംഹാസനങ്ങളെ തഹിടം മറിക്കണം. പുതിയൊരു ജീവിതശൈലി, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും, അതാണ് പുതിയ ജീവിതശൈലി. റോമയുടെ ലേഖനത്തിൽ പൗലോസ് 14:17 പറയാണ് പുതിയൊരു ജീവിതശൈലിയെക്കുറിച്ച്. ദൈവരാജ്യം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കണം. അതാണ് ഏലിയായ്ക്ക് ലഭിച്ച പതയം. വിരൽ ചൂണ്ടി യഥാർത്ഥമായി യേശു നൽകുന്ന സന്ദേശവും ദൗത്യവും ശക്തിയും ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൂലക്കല്ലാൻ വേണ്ടിയിട്ടാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് നമുക്കെല്ലാം അറിയാം. ജീവിതാനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. പല കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം മൂലക്കല്ലുകളെ. ആരും ശ്രദ്ധിക്കാത്ത വ്യക്തിയായിരിക്കും ഒടുവിൽ ആ കുടുംബത്തെ കരപ്പിടിച്ച് കയറ്റുന്നത്. എല്ലാവരും തള്ളിക്കളയുന്ന, എല്ലാവരും അപഹസിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും സമൂഹത്തിന് വേണ്ടി വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന വ്യക്തി. അപ്പോൾ പരിഹസിക്കപ്പെടുന്നത് ആ വ്യക്തിയിലാണ് ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരാരും തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് പുസ്തകത്തിൽ പറയപ്പെടുന്നില്ല. 12 ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. പൗലോസ് ലീഗ ഒഴിച്ച്. പൗലോസ് ലീഗ 12 ശിഷ്യന്മാരും ഉൾപ്പെടുന്നില്ല. മുക്കുവന്മാരെയും മീൻപിടുത്തക്കാരെയും ചുങ്കക്കാരെയും ഒരു ശിഷ്യഗണത്തിലേക്ക് വിളിച്ചു കൂട്ടുമ്പോൾ അവരൊക്കെ മൂലക്കല്ലുകളായി മാറ്റുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥ മൂലക്കല്ല് ശില കർത്താവാണെന്നുള്ള സത്യം മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ജോലിയിലേക്കാണ് പ്രിയ സഹോദര സഹോദരി നിന്നെയും എന്നെയും ദൈവം വിളിച്ചിട്ടുള്ളത്. ആ ജോലി നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയാനായിട്ട് സാധിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് മൂലക്കല്ലാവായി തീർക്കാനുള്ള അവസരത്തിനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് അഭിഷേകം ചെയ്യണമേ. ജെസിയുടെ ഇളയപുത്രനെ നീ വിളിച്ചപ്പോൾ അവന് മനുഷ്യൻ്റെ കണ്ണുകളിൽ അവന് യോഗ്യതയില്ലായിരുന്നു, എങ്കിലും അവിടുത്തെ കണ്ണുകളിൽ അവന് യോഗ്യതയുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ രാജാവാക്കി മാറ്റിയത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിൻ്റെ കണ്ണുകളിൽ കൂടി യോഗ്യതയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് ഓരോ കർത്താവെ നീയാവുന്ന വലിയ മൂലക്കലിലേക്ക് എത്തിപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ വലിയ മൂലക്കൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. ഹല്ലേലൂയ.